ആളുകളുടെ വീട് പോയിക്കോട്ടെ, സാധാരണക്കാരന്റെ കുടിയെടുപ്പിനെ ഇറക്കി വിടുന്ന നിയമത്തിനോട് നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ബില്ല്, ആ വഖഫ് ബില്ല് നടപ്പിലായാൽ മുൻപത്തെ ആളുകൾക്ക് വീട് കിട്ടുമെന്നാണോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ആണെങ്കിൽ എങ്ങനെ പറ? വഖഫ് നിയമത്തിന്റെ ഭാഗത്ത് ഞാൻ ഒറ്റ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം, ആ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് യാഥാർത്ഥ്യമായാൽ മുൻപത്തെ വിഷയം തീരുമോ ഇല്ലയോ? തീരുമെങ്കിൽ അങ്ങനെ തീരും. സാറുടെ രാഷ്ട്രീയ പ്രസംഗം കഴിഞ്ഞല്ലോ, ഞാൻ എന്റെ മറുപടി പറഞ്ഞോട്ടെ. ഹാഷ്മിയും നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. വഖഫുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും മുനമ്പം പോലെയുള്ള, വയനാട് പോലെയുള്ള, ചേലക്കരയിലെ മോസ്ക് അടക്കമുള്ള ഈ പാലക്കാടിനകത്തും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പാലക്കാടിനകത്ത് നിരവധി സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ധോണിയടക്കം പാലക്കാട് ഒറ്റ സ്ഥലമില്ല. ഏത് സ്ഥലമാണ്? ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? പാലക്കാട് ഒറ്റ സ്ഥലവും വഖഫ് ലിസ്റ്റ് ഇല്ല. ഞാൻ ലിസ്റ്റ് തരാം. മുനമ്പം പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും, വയനാട് വന്നപ്പോഴും, ചേലക്കര വന്നപ്പോഴും ഒരു വിഷമമില്ലാതെ അത് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് മാധ്യമധർമ്മത്തിന്റെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ നടത്തിയപ്പോൾ മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. മുനമ്പത്ത് പോയി അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. പാലക്കാട് ഒരു സ്ഥലം പറയാവോ? പാലക്കാട് ഒറ്റ 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 സ്ഥലം പറയാവോ? കള്ളം പറഞ്ഞു ഉല്ലാസ് ബാബു. ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. കള്ളം പറയരുത്, കള്ളം പറയരുത്, മുഖത്തോക്കി കള്ളം പറയരുത്. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. കള്ളം. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? എനിക്ക് വ്യക്തമായ ബോധ്യമുള്ള ആര് പറഞ്ഞു? എനിക്ക് വ്യക്തമായി സ്ഥലം പറയൂ. സർക്കാർ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുനമ്പത്ത് പോയി ഉല്ലാസേ ആ വിഷയത്തിൽ ഇറങ്ങി BJP ആളുകൾക്ക് കയറി കിടക്കുന്ന BJP ശബരിമല പോലെ സുവർണാവസരം കണ്ടു. BJP ശബരിമല പോലെ സുവർണാവസരം കണ്ടു. വോട്ട് നോക്കി മുനമ്പത്ത് നിങ്ങൾ ഒരു പണി നടക്കൂല. അവിടുത്തെ ജനതയോടൊപ്പം അവിടുത്തെ ഞാൻ കാര്യം പറയാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ? ഇദ്ദേഹത്തിനോടൊന്നും മിണ്ടായിരിക്കാം. ഞാൻ വീണ്ടും പറയാണ്, അല്ല ചോദ്യം എന്നോടായിരുന്നല്ലോ. ചോദ്യം എന്നോടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. ഞാൻ വീണ്ടും പാലക്കാട് ഒറ്റ സ്ഥലം വഖഫ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഉറപ്പാണ്. കള്ളം പറയല്ലേ? നരേന്ദ്രമോദി ഈ പാർലമെന്റിൽ കൊണ്ടുവരുന്ന വഖഫ് മുനമ്പത്തെ വിഷയത്തിന് ഒരു ബന്ധവുമില്ല. മുനമ്പത്തെ വിഷയം UDF ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെ സമരം ചെയ്തത് ആദ്യമായി ആ ജനതയ്ക്ക് വേണ്ടി സമരം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാ, എറണാകുളം DCC. പിന്നെ ഒറ്റ കാര്യം നിങ്ങൾ ഈ നാടിനെ ഇറക്കി വിടാൻ നോക്കിയാൽ ഉല്ലാസ് കള്ളം പറഞ്ഞ് കള്ളം മറക്കാൻ നോക്കണ്ട. പറഞ്ഞ കള്ളം മറക്കാൻ നോക്കണ്ട. പറഞ്ഞ കള്ളം മറക്കാൻ നോക്കണ്ട. പാലക്കാട് സ്ഥലം ഇല്ലാതെ ഞങ്ങള് ദേശീയ വഖഫ് ബില്ല് ദേശീയ വഖഫ് ബില്ല് എതിർക്കുന്നതിന്റെ കാരണം ആ വഖഫ് ബോർഡിൽ വളരെ ഗൗരവമായ കാര്യം പരിശോധിച്ച്
പരിശോധിച്ച് അതിന് അനുഗുണമായ രീതിയിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇതിനകം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയാണല്ലോ ഇത് കലാപത്തിലേക്ക് അഴിച്ചുവിടുന്നത്. എത്ര ദിവസമായി, എത്ര മാസമായി മുഖ്യമന്ത്രിക്ക് തീർക്കാമല്ലോ. മന്ത്രിസഭ ഞങ്ങൾ UDF പറഞ്ഞില്ലേ, ഞങ്ങൾ എന്തിനും തയ്യാർ, ഞങ്ങൾ എന്തിനും തയ്യാർ. BJP പാലൂട്ടി വളർത്താൻ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടായി അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ്. കേരളത്തിലെ ആരാധനായ മുഖ്യമന്ത്രി ഹലോ, ഒരു മിനിറ്റ്. ഈ കഴിഞ്ഞ 2-3 ആഴ്ച കാലമായിട്ട് ഇവിടുത്തെ 3 രാഷ്ട്രീയ പാർട്ടിക്കാര് പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതല്ലാതെ ഈ നാടിന് വേണ്ട കാര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഈ അവസാന ലാപ്പിലെങ്കിലും നിങ്ങൾ 3 പാർട്ടിക്കാരും ഈ നാട്ടില് ഈ നാടിന് വേണ്ടി കാര്യമുള്ള കാര്യങ്ങൾ പറയണം. ഈ 2-3 ആഴ്ച കാലമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി